അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടുംവളവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് നവീകരണം നടത്തി റോഡിന്റെ അപകട സാധ്യത കുറയ്ക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് 21 ലക്ഷം രൂപ വകയിരുത്തിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് റോഡ് നവീകരണം സാധ്യമാക്കണമെന്ന ആവശ്യവുമായി അടിമാലി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി രംഗത്തെത്തിയിട്ടുള്ളത്. 1.5 മാസത്തിനുള്ളിൽ പണികൾ നടത്തിയില്ലെങ്കിൽ വകയിരുത്തപ്പെട്ട തുക നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുമെന്ന് CD ഷാജി പറഞ്ഞു. അടിമാലി ടൗണിൽ നിന്നും ആരംഭിച്ച തലമാലി, കൊരങ്ങാട്ടി, കുരിശുപാറ, മാങ്കുളം ഭാഗത്തേക്ക് കടന്നു പോകുന്ന റോഡിന്റെ യസ്വളവ് ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ മറിയുകയും സമീപകാലത്തായി ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 21 ലക്ഷം രൂപയാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിമാലി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ അവിടെ നിന്നും മാറ്റി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് 4 ലക്ഷം രൂപയാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 4 ലക്ഷം രൂപ കൂടി 2024-25 അടച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കേവലം 1.5 മാസമാണ് ഇനി ഫണ്ട് നഷ്ടപ്പെടാതെ നമുക്ക് ആ ജോലി ചെയ്തു തീർക്കുന്നതിന് വേണ്ടി അവശേഷിക്കുന്നത്. ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾ മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെത്തുന്ന ഇരുചക്രവാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും വർദ്ധിക്കുന്നു. ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ നവീകരണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.